നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കിയിരിക്കും എന്ന് വ്യക്തമാക്കിയ അമിത് ഷാ, അതിന് രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മ ഇനി വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാലും സാധിക്കില്ല എന്നും തുറന്നടിച്ചു. രാഹുലിന്റെ മുത്തശ്ശിക്ക് പോലും, അതായത് ഇനി അവർ ഭൂമിയിലേക്ക് മടങ്ങി വന്നാൽ തന്നെ CAA റദ്ദാക്കാൻ കഴിയില്ല. ലിഖംപൂർ ഖേരിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ അമിത് ഷാ വ്യക്തമാക്കി. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ പൗരത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കഴിഞ്ഞ മാർച്ചിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത്. ഈ നിയമം പ്രാബല്യത്തിലായതോടുകൂടി പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മതത്തിന്റെ പേരിലുള്ള പീഡനം നേരിടുന്ന മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എളുപ്പമായിരുന്നു. 2019 ഡിസംബറിൽ പാർലമെന്റ് നിയമം പാസാക്കിയതിനു ശേഷം 4 വർഷത്തിന് ശേഷമാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമം ഇന്ത്യയിൽ ഇന്ന് താമസിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെയും പൗരത്വം എടുത്ത് കളയാനുള്ളതല്ലെന്നും, മറിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുള്ളവർക്ക്, പ്രത്യേകിച്ചും മതപീഡനങ്ങൾ അനുഭവിച്ചവർക്ക് പൗരത്വം കൊടുക്കുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പാർലമെന്റിൽ അമിത് ഷാ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എന്നിട്ടും ഇത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന വ്യാഖ്യാനവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ തന്നെ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യ വിഭജനം നടന്ന കാലഘട്ടത്തിൽ തന്നെ, മറ്റ് രാജ്യങ്ങളിലുള്ള മുസ്ലിം ഇതര മത ന്യൂനപക്ഷങ്ങൾക്ക് അവർ പീഡനം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരത്വം നൽകാം എന്ന ധാരണ ഗാന്ധിയും നെഹ്റുവും അടക്കമുള്ളവർ നൽകിയിരുന്നു. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ നടപ്പിലാക്കിയ മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായി മതപീഡനം അനുഭവിക്കുന്നവർക്ക് പൗരത്വം നൽകുന്നതിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു. 7 പതിറ്റാണ്ടുകൾ വൈകിയ നീതി ഇപ്പോൾ ആ പാവപ്പെട്ട മത ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിന്റെ തന്നെ വഴിമുടക്കുമായി വന്നിരിക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ. ഇതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് അമിത് ഷാ രംഗത്ത് വന്നിരിക്കുന്നത്. എന്ത് വന്നാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്നും, അതിന് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി സാക്ഷാൽ ഇന്ദിരാഗാന്ധി നേരിട്ട് ഇറങ്ങി വന്നിട്ട് വരെ കാര്യമില്ല എന്നും പറഞ്ഞിരിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നിശ്ചയദാർഢ്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.